നമസ്കാരം. ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ദിശകളിൽ ഒരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശ. ഈ ദിശ അസുരനുമായി ബന്ധപ്പെട്ട ദിശയാകുന്നു. ഇതിനാൽ തന്നെ ഒരു കുടുംബത്തിന്റെ സമ്പത്ത്, ബഹുമാനം, ഉയർച്ച എന്നിവയെല്ലാം ഈ മൂലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാണ്. കൂടാതെ വീട്ടിലെ ഗൃഹനാഥയുടെ ആയുസ്, ആരോഗ്യം, ഭാഗ്യം എന്നിവ ഈ മൂലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ സൗഭാഗ്യവും, എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ദൗർഭാഗ്യവും ഈ മൂലയിലൂടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഓരോ മലയാളിയും ആവേശത്തോടെ കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ് വിഷു. ഭഗവാൻ നാരായണൻ സ്വയം ഭൂമിയിലേക്ക് വന്ന് തന്റെ ഭക്തരെ ഇരു കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്ന ദിവ്യദിനം. ഒരു വർഷത്തെ ഫലമാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുക. സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ ദിവസം. ഇതുവരെ അനുഭവിച്ച സകല ദുരിതങ്ങളും അവ എത്ര തന്നെ വലുതായിരുന്നാലും അവയെല്ലാം തന്നെ മാറുന്നതായ ദിവസം. ഈ ദിനം അല്ലെങ്കിൽ അതിനു മുൻപായി ചില സസ്യങ്ങൾ കന്നിമൂലയിൽ നട്ടുപിടിപ്പിക്കുന്നതും അവ വിഷുവിന് മുൻപായി അല്ലെങ്കിൽ ആ ദിനം പൂക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. ഈ സസ്യങ്ങൾ നാം നട്ടുപിടിപ്പിക്കാതെ തന്നെ തനിയെ ഈ മൂലയിൽ വളരുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. നാം അറിയാതെ തന്നെ ഈ സസ്യങ്ങൾ ഇവിടെ വളർത്തുകയാണ് എങ്കിൽ പിന്നീടാണ് ഇതിന്റെ ശുഭകരമായ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്കിലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ഇനി ഏതെല്ലാമാണ് ആ സസ്യങ്ങൾ എന്നും കന്നിമൂലയിൽ വളർത്തുകയാണ് എങ്കിൽ തേടിയെത്തുന്ന ആ സൗഭാഗ്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം. എന്നാൽ ആദ്യം നാം അറിയേണ്ടത് കന്നിമൂലയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. വാസ്തുശാസ്ത്ര പ്രകാരം 8 ദിക്കുകളിലും ഏറ്റവും ശക്തിയേറിയ ദിക്കാണ് അഥവാ ദിശയാണ് കന്നിമൂലയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുക. തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ഒരു വീട് പണിയാനുള്ള സ്ഥലം ഏവരും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതും പ്രാധാന്യമേറിയതുമായ ദിക്കാണ് കന്നിമൂല. പ്രപഞ്ചത്തിലെ 2 ഗുണകരമായ ഊർജങ്ങളിൽ ഒന്ന് കിഴക്ക് നിന്നും തുടങ്ങി പടിഞ്ഞാറ് അവസാനിക്കുന്നതാണ്. മറ്റൊന്ന് വടക്ക് നിന്ന് തുടങ്ങി തെക്ക് അവസാനിക്കുന്നതുമാണ്. അപ്പോൾ 2 ഊർജങ്ങളുടെയും അവസാനം പടിഞ്ഞാറും തെക്കുമാകുന്നു. ഈ 2 ദിക്കിന്റെയും മൂലയാണ് കന്നിമൂല. ഇതിൽ നിന്നും കന്നിമൂലയുടെ ദോഷവും ഗുണവും ഏവർക്കും മനസ്സിലായി കാണും. പ്രപഞ്ചപുരുഷനായ വാസ്തുപുരുഷന്റെ ശയനസ്ഥിതി ഒന്ന് പരിശോധിക്കാം. വാസ്തുപുരുഷൻ വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായാണ് ശയിക്കുന്നത്, അതായത് കന്നിമൂലയിൽ. അതുകൊണ്ട് കന്നിമൂലയ്ക്കുണ്ടാകുന്നതായ ഏതൊരു ദോഷവും ആ ഗൃഹവാസികൾക്ക് കാല് സംബന്ധമായ ദുരിതങ്ങൾ വർദ്ധിക്കുന്നതാണ്. കന്നിമൂല എന്നത് ഗണപതിക്കും നാഗങ്ങൾക്കും വളരെ വിശേഷവുമാണ്. അതിനാൽ തന്നെ ഈ ഭാഗത്തെ അശുദ്ധം വിഘ്നങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമായി തീരുന്നതുമാണ്. കന്നിമൂല എപ്പോഴും ശുദ്ധമായി തന്നെ കിടക്കണം. പ്രത്യേകിച്ചും ഭംഗിയുള്ളതായ പുഷ്പലതാദികളും ചെറിയ ഫലവൃക്ഷങ്ങളുമൊക്കെ ആകാം. പുല്ലോ ചവറോ ഉണ്ട് എങ്കിൽ അത് നീക്കം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി പ്രധാനപ്പെട്ടതായ ആ സസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. തുളസി നടുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കിഴക്ക്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിൽ ഒരു മൂട് തുളസിയെങ്കിലും വളരുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ കന്നിമൂലയിൽ കൂടി നടുക. എന്നാൽ കന്നിമൂലയിൽ മാത്രമായി നടുന്നത് ശുഭകരമല്ല, അത് ദോഷകരമാണ്. മുൻപ് പരാമർശിച്ച ദിശകളിലുണ്ട് എങ്കിൽ അതോടൊപ്പം കന്നിമൂലയിൽ കൂടി വളർത്തുകയാണ് എങ്കിൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തുളസി നിങ്ങൾക്ക് നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തുളസി ഈ ദിശയിൽ ഇപ്രകാരം നട്ടു വളർത്തുമ്പോൾ കൂടുതലായി വളരെ ഭംഗിയോടെ വളരുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. തുളസി തനിയെ വളർന്നു വരികയാണ് എങ്കിലും മുൻപ് പരാമർശിച്ച ദിശകളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ തീർച്ചയായും ആ ദിശയിൽ കൂടി വളർത്തിയതിന് ശേഷമേ കന്നിമൂലയിലും വളർത്താവൂ എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. തുളസി ഇവിടെ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങളാണ് നൽകുക.
ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഐശ്വര്യങ്ങൾ വന്ന് നിറയുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഗൃഹത്തിൽ ഒട്ടാകെ തന്നെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെയും നാരായണന്റെയും അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും. തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ കന്നിമൂലയിൽ മാത്രം തുളസിയില്ല എങ്കിൽ ഈ സമയം നട്ടു വളർത്തുന്നതും ശുഭകരം തന്നെയാണ്. ആ കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കുക. മറ്റൊന്ന് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ സസ്യം എന്ന പ്രത്യേകത കറ്റാർവാഴയ്ക്കുണ്ട്. വളരെ അപൂർവമായി മാത്രമേ ഇവ പൂക്കാറുള്ളൂ. പൂക്കുന്നു എങ്കിൽ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കടന്നു വരും എന്നാണ് പറയുക. പ്രത്യേകിച്ചും കന്നിമൂലയിൽ ഈ സമയം പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്നാണ് പറയുക. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ ആ വീടുകളിൽ കടന്ന് വരുന്നതാണ്. പ്രധാനമായും ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. മഞ്ഞ അരളി. അരളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ ശുഭകരമായ ഫലം നൽകൂ. പലരും വീടിനോട് ചേർന്ന് വളർത്തുന്നവരുണ്ട്. വളരെ ദോഷകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വീട്ടിൽ നിന്നും വളരെ നീങ്ങി മാത്രമേ മഞ്ഞ അരളി വളർത്തുവാൻ പാടൂ. ഇപ്രകാരം വളർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വന്നു ചേരും. കന്നിമൂലയിൽ വളരെ അകലെയായി തന്നെ വീട്ടിൽ നിന്നും മാറി വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ നൽകും. തടസ്സങ്ങൾ നീങ്ങുന്നതിന് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യങ്ങളിൽ ഏതെങ്കിലും ഒരു സസ്യമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം പൂത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക എന്നതാണ്. വിഷ്ണു ക്ഷേത്രം അടുത്തില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലാണ് എങ്കിലും ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുക. ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ നിങ്ങൾക്ക് നടത്താം. ഈ കാര്യം കൂടി ചെയ്യുന്നത് വളരെ വിശേഷമായി തന്നെ ഭവിക്കും.